ആവുന്ന പണി ചെയ്താ പോരെ. നീക്കങ്ങൾ നടത്തുമ്പോഴും അത് നമ്മൾ ബുദ്ധിപൂർവ്വം ചെയ്യണം, അല്ലെങ്കിൽ കരയേണ്ടി വരും. സോറി. ഇപ്പോഴോ? ഇവിടെ 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 ഇരുന്നു, അവിടെ ഇരുന്നു. ആഹാ, നീയായിരുന്നോ? ദാണ്ടി പ്ലീസ്. എന്തു പറ്റി ഇങ്ങോട്ട് വരാൻ? ഇത്രയും നാളെ എവിടെയായിരുന്നു? ഞാൻ എൻ്റെ പഴയ ബോസിൻ്റെ അടുത്തായിരുന്നു. ആര്? ടൈസന്റെ അടുത്തോ? എന്നിട്ട്? ബോസ് അതൊരു കഥയായിരുന്നു. ടൈസണും ടൈസന്റെ ഗ്യാങ്ങും എന്നെ തെരഞ്ഞ് സ്ട്രീറ്റിലൂടെ പരക്കം പായുകയായിരുന്നു. അവസാനം ടൈസ എന്നെ വിടറാ. ടൈസ, ഇവൻ പെഴ എടുക്കണം. ശരിക്കും കണ്ടോണം. അവൾ എന്നെ കണ്ടാ ചിരിക്കും, നാണം കൊണ്ട് തല താഴ്ത്തും. ഞാൻ റോസാപ്പ് കൊടുത്താൽ വാങ്ങുകയും ചെയ്യും. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോടാ.
മുഴുവൻ സൂസന്റെ പിന്നാലാണ് കറങ്ങിയതെങ്കിൽ രാത്രി ടൈസന്റെ കൂടെ ചില അഡ്വഞ്ചറസ് പരിപാടികളും ഉണ്ട്. ഉറക്കത്തെ എഴുന്നേറ്റ് സ്വഭാവമുണ്ട്. എന്താണോ നമുക്ക് അകത്തേക്ക് കയറാം. ഇനിയിപ്പോ ഓരോ നീക്കവും ബുദ്ധിപൂർവമായിരിക്കണം. യെസ്, അല്ലെങ്കിൽ അറിയാലോ. ഞാനോ? എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലടാ. പഠിക്കുന്നത് എന്റെ ഡാഡി പറഞ്ഞിട്ടുണ്ട്, അധ്വാനിച്ച് കഴിക്കുന്നതിന്റെ രുചി ഞാൻ തന്നെ പോവാം. അയ്യോ, നീ അതെടുക്ക്. മറ്റേത് കൊട്ടയിലില്ല, മുട്ടയെല്ലാം എടുക്ക്. എടാ ഓടിക്കോടാ, എടാ ഓടിടാ, ഓടി ഓടി ഓടി. സ്വർഗത്തിരുന്നുണ്ടല്ലോ എന്റെ മറിയാമ്മേ സെബസ്ത്യാനോസും ഉണ്ടല്ലോ എന്നെ കാണിച്ചു തന്നതാ. ഞാൻ വിചാരിച്ചല്ലോ എടാ കാട്ടുകാക്കാൻ എടുത്തോണ്ട് പോകുന്നതാണെന്നല്ലേ. അയ്യോ അയ്യോ, എടാ പൊട്ട പൊട്ടിക്കരുത്, ആർക്കും ഇല്ലാതെ ആക്കരുത്. അയ്യോ, താറാവിന് ഓടിക്കരുത്. എടാ അത് പൊട്ടയിടിയാരാ. എന്റെ കർത്താവേ, ഓടരുത്, തന്നെ ഓടിക്കരുത്. 6 പ്രാവശ്യം അറ്റാക്ക് കഴിഞ്ഞവനാ. നീ തന്നെ എടുത്തോണ്ട് ആശുപത്രി പോകേണ്ടി വരും. അവിടെ നിൽക്കാൻ. എടാ പിടി കിട്ടിയടാ. എടാ ചത്തുപോയി എന്റെ കെട്ടിയോള് മറിയാമ്മയുടെ പേര് ഞാനുണ്ടാക്കിയ താറാവ് ഫാമിൽ നിന്ന് മുട്ട മോട്ടിക്കാൻ നിനക്കൊക്കെ എങ്ങനെ ധൈര്യം വന്നടാ? എടാ എത്ര നാളായെന്നറിയാവോ ഞാനൊന്ന് ഉറങ്ങിയിട്ട്. എടാ ഏതെങ്കിലും ഒരു ദിവസം നിന്നിൽപ്പെട്ട ഏതെങ്കിലും ഒരുത്തർ എന്റെ കൈ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നടാ. നീ എവിടുത്തെയാണടാ? നിന്റെ വീട്ടിൽ ആരുമില്ലടാ ചോദിക്കാനും പറയാനും ഒന്നും. എടാ കയറൂരി വിട്ടിരിക്കാവടാ വാക്കുകളൊന്ന് ഉറക്കം കെടുത്താൻ. എടാ മുട്ട കള്ള, മുട്ടയെന്ന് വിരിഞ്ഞില്ലല്ലോടാ, അതിനുമുമ്പ് ഇറങ്ങിയിരിക്കാവോടാ മുട്ട കക്കാൻ. എടാ ഇതിന്റെ അത്രയും വലിപ്പം ഉണ്ടായിരുന്നെങ്കിൽ അടിച്ച് നിന്റെ പുറഞ്ഞാ പൊളിച്ചേനെ. എടാ സെബസ്ത്യാനോസ് മുണ്ടിയാളേ, കഴിഞ്ഞ വെള്ളിയാഴ്ച 10 മുട്ടയാ ഞാൻ നേർന്നത്, അറിയാവോ? സത്യം ചെയ്യടാ. ഇനി മേലിൽ സെബസ്ത്യാനോസ് മുണ്ടിയാളച്ചനാണേ സത്യം. ഇനി മേലിൽ ആരുടെയും മുട്ട ഞാൻ എടുക്കുകയില്ല. ആരുടെയും ഉറക്കവും ഞാൻ കെടുത്തുകയില്ല. ആ സത്യം 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 സത്യം. ആ പറയടാ, ആരാടാ നിന്റെയൊക്കെ ലീഡർ? ടൈസൺ. മൈക്ക് ടൈസണോ? എടാ അയാള് വലിയ കുത്തിക്കാരനല്ലേ? അയാള് നിന്റെയൊക്കെ കേട്ടോ? ആ ചുമ്മാതല്ല, അവന്റെയൊക്കെ ധൈര്യത്തിലാ നീയൊക്കെ കിടന്നോണ്ട് അഴിഞ്ഞാടിയത്. ഏത് ടൈസണാണെങ്കിലും എനിക്കൊരു പ്രശ്നമല്ലടാ. എടാ നിന്റെയൊക്കെ മുട്ടുകാരി അടിച്ചൊടിക്കും ഞാൻ. ഏത്ത വിടറാ, ഏത്ത വിടറാ. സത്യം സത്യം സത്യം. ബ്രൂട്ടസ് ഒന്നും ടൈസൺ മുമ്പിൽ ഒന്നും അല്ല. അവന്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ പോയത്. അവസാനം പിടിക്കപ്പെട്ടപ്പോ ആ ഫാമറിനെ കൊല്ലാക്കൊല ചെയ്തു. ഒരു ആശ്വാസ വാക്ക് പറയാൻ പോലും വന്നില്ല. എന്നെ കാട്ടിക്കൊടുത്ത പോലെ സൂസന്റെ പപ്പയ്ക്ക് അവനെ ഞാൻ കാട്ടിക്കൊടുക്കാൻ ഞാൻ നേർച്ച ചേർന്നിട്ടുണ്ട്. അന്തോണിസ് പുണ്യാളിന് 5 കോഴിമുട്ട. അതും അവിടെ നിന്ന് അടിച്ചു മാറ്റിയതാ? അല്ല,
ബോസ് hands up boss Rose what is this നാദിരി ദാനാ ദീന നാനാ നാദിരി ദാനാ ബോസ് എൻ്റെ ലൈൻ പൊട്ടിത്തകർന്നപ്പോൾ ബോസ് ഇവിടെ പുതിയ ലൈൻ വലിച്ചു അല്ലേ? നന്നായി ബോസ്, നന്നായി. ഡാനിക്ക് സന്തോഷമായി. പക്ഷെ എൻ്റെ കാര്യം ജോൺ, യു ഫീൽ സിക്ക്? നിനക്ക് എന്ത് പറ്റി? ണോ? സാരമില്ല. സൈമണിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് കഴിയൂ. അതിന് നീ ഇങ്ങനെ വിഷമിച്ചിട്ട് എന്താ കാര്യം? ദേ, നീ ആന്റിയെ വിഷമിപ്പിക്കല്ലേ. മോൻ വന്ന് ഭക്ഷണം കഴിക്കും. എനിക്ക് വിശപ്പില്ല ആന്റി. ജോൺ പ്ലീസ്, നീ കഴിച്ചില്ല ഞാനും ഒന്നും കഴിക്കില്ല. ഞാൻ കഴിക്കാം. അപ്പോ ലിറ്റിൽ ഹോംസിന് ആന്റിയോട് സ്നേഹമുണ്ട്. എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും എന്നെ വിട്ടുപോവാ. ആരാ പറഞ്ഞത്? മോൻ ആന്റി ഇല്ലേ? വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. വാ. John, ഗ്രാൻഡ്പാ, what happened to you? നിന്റെ ചുറ്റും ഇത്രയും അപകടങ്ങൾ ഉണ്ടായിട്ടും നീ ഒന്നും ചെയ്യാതിങ്ങനെ. ഗ്രാൻഡ്പാ, ഞാൻ ആദ്യം അലക്സ്, പിന്നെ ജനിമോൾ, ഇപ്പോഴാ സൈമണും. കരഞ്ഞുകൊണ്ടിരുന്നാൽ അതിന് സമയം കാണൂ. പകരം ചിന്തിക്ക്. ഹോംസ് പറയുന്നത് പോലെ കാര്യമല്ല, കാരണമാണ് പ്രധാനം. യെസ്, സംടൈംസ് ദ റീസൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ജോൺ, ഒരു മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഏതൊക്കെ തരത്തിൽ നമുക്ക് മനസ്സിലാക്കാം? തൂങ്ങി മരണവും
കൊന്നതിന് ശേഷമുള്ള കെട്ടിത്തൂക്കൽ ഡ്രാമയും തമ്മിൽ there is lot of difference. You know that? ഞാനത് വായിച്ചിട്ടുണ്ട്. നോർവുഡിലെ മർഡർ. Good. Then come on, check everything what you have. ഒരു ക്രിമിനൽ അവൻ എത്ര ബുദ്ധിമാനാണെങ്കിലും സത്യം പുറത്തറിയുന്നതിനായി ഒരു ലൂപ്പ് ഹോളെങ്കിലും അവശേഷിപ്പിച്ചിരിക്കും. ഇറ്റ്സ് എ ട്രൂത്ത്. ഡാനി, ജെനിയുടെ മിസ്സിങ്ങും സൈമൺ ബോയുടെ മരണവും ഒക്കെ റിലേറ്റഡ് ആണ്. നമുക്കിതിന്റെ സത്യം കണ്ടുപിടിച്ചേ പറ്റൂ. ജോണ്ടി, ആർ യു സീരിയസ്? അതെ ഡാനി, ഐ എം സീരിയസ്. എത്രയോ നാളുകൾ കഴിഞ്ഞു, നമുക്കിപ്പോഴും ജെനിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആദ്യം അലക്സ്, പിന്നെ ജെനി, ഇപ്പൊ സൈമൺ ബോയ്. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ജോണ്ടി, നീ എന്തായി പറയുന്നത്? ഇതൊരു അപകടം പിടിച്ച കളിയാ. നോ ഡാനി, ഇറ്റ്സ് നോട്ട് എ ഗെയിം, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഇത് നമ്മുടെ സൈമൺ ബോയ്ക്ക് വേണ്ടിയാ. ബട്ട് ബോസ്, ഹിസ് സൂയിസൈഡ്? ആരാ പറഞ്ഞ സൂയിസൈഡ് ആണെന്ന്? എന്റെ ബലമായ സംശയം ഇതൊരു മർഡർ ആണെന്ന്. കാരണം അത് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം. യെസ് ബോസ്, എന്റെ ജീവൻ കളഞ്ഞിട്ടാലും ഈ കാര്യത്തിൽ ബോസിനോട് ഞാനുണ്ട്. ജയിച്ചോ, ഡബിൾ ചിഞ്ചോ. നീ ഇത് പിടിച്ചേ, അതിങ്ങോട്ടാ. ജോണ്ടി, ആ താഴത്തെ കൊമ്പിലൊന്ന് കേറി നോക്കിയേ. അവിടെ കേറിയാലും കൈ എത്തത്തില്ല. ശ്ശേ, നാശം. ഒരു ഹെൽപ്പിന് ആരെയാ വിളിക്ക? ജോണ്ടി, നീ ആ മരം മറിക്കുമല്ലോ. പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിക്കല്ലേ. നിന്റെ ലോറിയാന്റെ കളിപ്പിച്ച് മതിൽ ചാടുന്ന പോലെ അത്ര എളുപ്പമല്ല ഈ മരം കയറ്റം. ഭായ് പ്ലീസ്, കളിയാക്കല്ലേ. ബടി, നിന്നെ കൂടി ഇത് പറ്റുകയല്ല. ഞാൻ ശരിയാക്കി തരാം. എങ്കിൽ ലോറി ആന്റിയുടെ കയ്യിൽ നിന്ന് ഒരു കോപ്പി വൈൻ. എന്റെ വക 10 മുട്ട. ശരിക്കും? എങ്കിൽ ഞാൻ ഇതൊന്നും ശരിയാക്കി തരാം. മരത്തിൽ കയറുന്നതാ നല്ലത്. മരത്തിലോ? എങ്കിൽ ഞാൻ ഇപ്പം കയറി തരാം. Come on, സൈമൺ സ്മാർട്ട് ബോയ്. അയ്യേ, സൈമൺ ബോയ്ക്ക് മരം കയറാൻ അറിയില്ലേ? ഇത്ര പ്രായമായിട്ടും. ചെറുപ്പത്തിൽ അറിയായിരുന്നു, ഇപ്പൊ മറന്നുപോയി. പണ്ടാരം പിടിച്ച മരം, എന്തൊരു പൊക്കവാ. മരത്തിൽ കയറാൻ അറിയാത്ത ഭായ് ആ കൊമ്പിൽ എങ്ങനെ കുരുക്കിട്ടു? എങ്ങനെ താഴേക്ക് ചാടി? ഏണിയോ മറ്റോ ഉപയോഗിച്ചിരുന്നെങ്കിൽ അതും ഇവിടെ ഇല്ല. ബോസ്, അപ്പൊ നമ്മൾ സംശയിച്ചത് തന്നെയാണ് ശരി. ജയ് ചിഞ്ചോ. Keep panic.